റഷ്യ വാട്സപ്പ് നിരോധിക്കാൻ ഒരുങ്ങുകയാണ്. ജനങ്ങളെ നിരീക്ഷിക്കാൻ പുതിയൊരു ആപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. റഷ്യയിൽ സമീപകാലത്ത് നടന്നുവരുന്ന ഡിജിറ്റൽ നിയന്ത്രണങ്ങളും വിദേശ ആപ്പുകളുടെ നിരോധനവും ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. റഷ്യയുടെ സ്വന്തം ആപ്പ് ഈ വർഷം സെപ്റ്റംബർ മുതൽ രാജ്യത്ത് വിൽക്കുന്ന എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യുമെന്നും ഇത് പൗരന്മാരെ നിരീക്ഷിക്കാനുള്ളതാണെന്നും ദ ഇൻഡിപെൻഡന്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഒരു വലിയ വിവരശേഖരണ സംവിധാനം കൂടിയായിരിക്കും ഇതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്താണ് ഈ പുതിയ ആപ്പ്? എന്താണ് റഷ്യയുടെ നീക്കങ്ങൾ? കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2022 യുക്രൈൻ അധിനിവേശത്തിന് ശേഷം വിദേശ ആപ്പുകളുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഉപയോഗം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ റഷ്യ ശക്തമാക്കിയിരുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വൈബർ, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ നേരത്തെ തന്നെ നിരോധിച്ചു. മെറ്റയെ റഷ്യൻ സർക്കാർ തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും പ്രവർത്തനങ്ങൾ നിർത്തലാക്കിയത്. യൂട്യൂബ് ഡൗൺലോഡിന്റെ വേഗത കുറച്ചതിനു ശേഷം 2024 മധ്യത്തിൽ 4 കോടി ഉണ്ടായിരുന്ന യൂട്യൂബ് ഉപയോക്താക്കളുടെ എണ്ണം ഇപ്പോൾ 1 കോടിയിൽ താഴെയാണ്. ഇപ്പോൾ റഷ്യയിലെ ഏറ്റവും ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പിന്റെ നിരോധനവും ആസന്നമാണെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയിൽ 9.74 കോടി ഉപയോക്താക്കളുണ്ട് വാട്സാപ്പിന്. 68% റഷ്യൻ ജനതയും ദൈനംദിന ആശയവിനിമയത്തിനായി വാട്സാപ്പാണ് ഉപയോഗിച്ചു വരുന്നത്. സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു മെസ്സഞ്ചർ രാജ്യത്ത് നിർബന്ധമാക്കുന്ന നിയമത്തിൽ ജൂണിലാണ് പുടിൻ ഒപ്പുവെച്ചത്. പിന്നാലെ വാട്സാപ്പ് റഷ്യൻ വിപണിയിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറെടുക്കണമെന്ന് പാർലമെന്റിലെ ഇൻഫർമേഷൻ പോളിസി IT കമ്മ്യൂണിക്കേഷൻസ് കമ്മിറ്റിയിലെ ഡെപ്യൂട്ടി ഹെഡ് ആന്റൺ ഗോറൻകിൻ ടെലിഗ്രാമിലൂടെ ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. 2025 സെപ്റ്റംബർ 1 ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള സോഫ്റ്റ്വെയറുകൾക്ക്, പ്രത്യേകിച്ച് ആശയവിനിമയ സേവനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികൾ എടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുടിൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ശത്രു രാജ്യങ്ങൾ എന്ന വിഭാഗത്തിൽ US ഉൾപ്പെടുന്നു. അതിനാൽ തന്നെ വാട്സാപ്പ് ആയിരിക്കും പ്രധാന ലക്ഷ്യം. വാട്സാപ്പിന് പകരം മാക്സ് എന്ന് പേര് നൽകിയിരിക്കുന്ന ഒരു തദ്ദേശീയ മെസ്സഞ്ചർ ആപ്പാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. യൂട്യൂബിന്റെ എതിരാളിയായ VK വീഡിയോയുടെ ഉടമസ്ഥതയിലുള്ള VK കമ്പനിയാണ് മാക്സ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മെസ്സേജ് അയക്കാനും വീഡിയോ കോൾ ചെയ്യാനും മാത്രമല്ല, സർക്കാർ സേവനങ്ങളും മൊബൈൽ പേയ്മെന്റുകളും ലഭ്യമാക്കുന്ന ഒരു വലിയ വിവരശേഖരണ സംവിധാനം കൂടിയായിരിക്കും ഇത്. 2025 സെപ്റ്റംബർ മുതൽ റഷ്യയിൽ വിൽക്കപ്പെടുന്ന എല്ലാ പുതിയ സ്മാർട്ട് ഫോണുകളിലും മാക്സ് ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. എന്നാൽ ഈ ആപ്പിനെ കുറിച്ച് ഉയരുന്ന ആശങ്കകൾ ചെറുതല്ല. മാക്സിന് പിന്നിൽ ചാര പ്രോഗ്രാമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഉപയോക്താക്കളുടെ മൈക്രോഫോൺ, ക്യാമറ, കോണ്ടാക്ട്സ്, ജിയോ ലൊക്കേഷൻ, ഫയലുകൾ എന്നിവയിലേക്ക് പൂർണ്ണ ആക്സസ് ലഭിക്കാൻ ഇത് ഇടയാക്കും. റഷ്യയുടെ സുരക്ഷാ ഏജൻസിയായ FSBക്ക് കർശനമായ നിരീക്ഷണമൊരുക്കാനുള്ള അവസരമാണ് മാക്സ് ഒരുക്കി കൊടുക്കുന്നതെന്നും ആരോപണങ്ങളുണ്ട്. ഈ ആപ്പ് സാധാരണ രീതിയിൽ ഓഫ് ചെയ്യാൻ കഴിയില്ല. ആപ്പ് ശേഖരിക്കുന്ന ഡാറ്റ റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള VK കമ്പനിയുടെ സെർവറുകളിലേക്ക് ഓട്ടോമാറ്റിക്കായി അയക്കപ്പെടും. ആപ്പിന്റെ സെർവറുകൾ റഷ്യയിൽ തന്നെ ആയതിനാൽ മാക്സ് റഷ്യൻ നിയമങ്ങൾക്ക് വിധേയമായിരിക്കുമെന്നും വിദഗ്ധർ വിശദീകരിക്കുന്നു. അതേസമയം വാട്സാപ്പിന്റെ പ്രവർത്തനം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് റഷ്യയുടെ വാദം. വാട്സാപ്പിന്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കാരണം നിലവിൽ സർക്കാരിന് ഉപയോക്തൃ ഡാറ്റയിലേക്ക് ആക്സസ് നേടുന്നത് ബുദ്ധിമുട്ടാണ്. മാക്സ് ആപ്പിന്റെ വരവോടെ ജനങ്ങളുടെ ഡിജിറ്റൽ ഉപയോഗത്തിൽ ഇനി മുതൽ സർക്കാരിന്റെ കണ്ണ് എപ്പോഴും ഉണ്ടാകും. ഒരു ഡിജിറ്റൽ ഗുലാഗ് എന്ന് പറഞ്ഞാൽ 2ാം ലോക യുദ്ധകാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് സമാനമായ തൊഴിലാളി ക്യാമ്പുകൾ നിർമ്മിക്കുക എന്ന ക്രെംലിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മാക്സ് ആപ്പ് വഴിയൊരുക്കുമെന്നാണ് റഷ്യൻ പ്രതിപക്ഷ മാധ്യമ പ്രവർത്തകനായ ആന്ദ്രെ ഒക്കുൻ വിമർശിക്കുന്നത്. പൗരന്മാരുടെ ഒഴിവു സമയങ്ങൾ, ലക്ഷ്യങ്ങൾ, ചിന്തകൾ എന്നിവയ്ക്കുമേൽ അധികാരികൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരിടമായി ഈ ആപ്പ് മാറുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാട്സാപ്പ് നിരോധനം ഒഴിവാക്കാൻ ധാരാളം ഉപയോക്താക്കൾ VPN ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് ജൂലൈ 22 തീവ്രവാദ കണ്ടന്റുകൾ തിരയുന്നതിന് VPN ഉപയോഗിക്കുന്നവർക്ക് പിഴ ചുമത്തുന്ന നിയമം റഷ്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുമുണ്ട്. വാട്സാപ്പിനൊപ്പം ടെലിഗ്രാമിന്റെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ്. 55% റഷ്യൻ ജനത ഉപയോഗിക്കുന്ന ടെലിഗ്രാം റഷ്യൻ വംശജനായ പാവൽ ദുറോവിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചതാണെങ്കിലും സർക്കാരുമായി സഹകരിക്കാത്തതിനാൽ എന്താകുമെന്ന് പറയാനാകാത്ത സ്ഥിതിയാണുള്ളത്. 2018 ടെലിഗ്രാം നിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ 2025 അവസാനത്തോടെ ടെലിഗ്രാമിനെ വീണ്ടും നിരോധിക്കാൻ ശ്രമിക്കുമെന്ന് റഷ്യയിലെ ഇന്റർനെറ്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ തലവൻ മിഖായിൽ ക്ലിമാരോവ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്.